ചെറിയാച്ചൻ്റെ കൊലപാതകത്തിനോട് അത്ഭുതകരമായ സാമ്യമുള്ള മറ്റൊരെണ്ണം കൂടി. സമ്പന്നനായ രാധാകൃഷ്ണൻ എന്തിനായിരിക്കും രഹസ്യമായി തൻ്റെ എസ്റ്റേറ്റിലെത്തിയത്? പിന്നിൽ ഉമ്മച്ചനുമായുള്ള പഴയ ബന്ധമായിരിക്കുമോ? ഇന്ന് ഞെട്ടിക്കുന്ന സൂചനകളാണ് വരാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കണേ. സമ്പന്നനാണ് എന്നുള്ളതല്ലാതെ ഈ രാധാകൃഷ്ണനെ പറ്റി പറയത്തക്കതായി മറ്റു കുഴപ്പങ്ങളൊന്നും കേട്ടിട്ടില്ല. നാളിതുവരെയും അങ്ങനെ ആരെയും ഉപദ്രവിച്ചതായും കേട്ടിട്ടില്ല. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാത്തതായുള്ള പരാതികളും രാധാകൃഷ്ണനെ പറ്റി കേട്ടിട്ടില്ല. ഇനി പുറത്തു വരാത്തതായിരിക്കുമോ? അധികാരസ്ഥാനങ്ങളിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണല്ലോ. അതൊന്നും ഒരു ശത്രുതയ്ക്ക് കാരണമാകുന്നതല്ലല്ലോ. പിന്നെ എന്തിന് അങ്ങനെ ഒരാൾ കൊല്ലപ്പെടണം? കാരണം എന്തെങ്കിലും വേണ്ടേ? വേണമല്ലോ. കാരണം കാണുകയും ചെയ്യുമല്ലോ. മോഷണത്തിനുള്ള ശ്രമത്തിനിടയിലെങ്ങാനും നടന്ന കൊലപാതകമാണെങ്കിൽ പോലും അത് അയാളുടെ വീട്ടിലല്ലേ നടക്കേണ്ടത്? ഇത് നടന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് കുറേ അകലെ അയാളുടെ തന്നെ ഒരു എസ്റ്റേറ്റ് ബിൽഡിങ്ങിലാണ്. ചിലപ്പോൾ ആരുമില്ലാത്ത സ്ഥലമാണെന്ന് കരുതി മോഷ്ടാവ് കയറിയ സമയത്ത് തന്നെ ആയിരിക്കാം രാധാകൃഷ്ണൻ അവിടെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിനൊരു സാധ്യതയുണ്ട്. എന്നാലും ഒരു പിടിവലിയെങ്കിലും നടന്നിട്ടുണ്ടാകുമല്ലോ. അവിടേക്ക് അയാൾ പോയതുപോലും ദുരൂഹമാണ്. പിന്നെ എന്തായിരിക്കും ആ കൊലപാതകത്തിന് പിന്നിലെ ചേതോവികാരം? അതോ ഇനി രാധാകൃഷ്ണനും ഉമ്മച്ചൻ്റെ തന്നെ ഒപ്പം പ്രവർത്തിച്ചവനായിരിക്കുമോ? ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലൊരു ബന്ധവുമുള്ളതായി ആരെയും അറിയിക്കാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലാതെ സംഭവം നടക്കാൻ സാധ്യതയില്ല. എന്താണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലാനാണല്ലോ മോഹനൻ സാർ പറഞ്ഞത്. അത് ചെയ്യാം. ആദ്യം ആ കൊലപാതകം നടത്തിയിരിക്കുന്ന രീതിയിലെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് അതിൻ്റെ വിവരം ജീവൻ ജോസിനെയും മറ്റും അറിയിക്കാൻ കാരണമായത്. അതല്ലെങ്കിൽ പിന്നെ അറിയിക്കേണ്ടത് ലോക്കൽ പോലീസിനെ മാത്രമാണ്. അവർ പിന്നെ അവരുടെ മേലുദ്യോഗസ്ഥന്മാരെയും അറിയിക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ സാധാരണ രീതി. രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം പുറം ലോകം അറിയുന്നത് തന്നെ പിറ്റേ ദിവസം രാവിലെയാണല്ലോ. രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം കൊല നടന്നത്. ജീവൻ ജോസിനെയും മറ്റും വിളിച്ചു പറയുന്നതിന് കുറച്ചു മുൻപ് മാത്രമാണ് തോട്ടത്തിലെ ഒരു പണിക്കാരൻ കെട്ടിടത്തിലേക്ക് ചെന്നത്. അയാളാണ് മൃതദേഹം ആദ്യമായി കണ്ടതും. തലേ ദിവസം രാധാകൃഷ്ണൻ അവിടെ വന്ന വിവരം പോലും അവർക്കാർക്കും അറിയില്ല. സാധാരണ ദിവസങ്ങളിൽ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ വിവരം നേരത്തെ തന്നെ അറിയിക്കും. രാധാകൃഷ്ണൻ അങ്ങോട്ട് വരുന്നത് തന്നെ വളരെ അപൂർവമാണല്ലോ. തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മകൻ യദുവാണ്. അവനെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. രാധാകൃഷ്ണൻ വരുന്ന വിവരം അറിയിച്ചാൽ ഇയാൾക്ക് വേണ്ടി ചില സൗകര്യങ്ങളെല്ലാം ഒരുക്കണമെന്ന് അയാളോട് അടുപ്പമുള്ളവർക്കറിയാം. അവരതിന് ഒരു മടിയും കാണിക്കാറില്ല. അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി വയ്ക്കുകയും ചെയ്യും. മദ്യവും മദിരാക്ഷിയും എല്ലാം വേണ്ടതുപോലെ രാധാകൃഷ്ണന് വേണ്ടി ഒരുക്കി വയ്ക്കുന്നതിൽ അയാളുടെ സഹായികൾ ജാഗരൂകരായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ട സംരക്ഷണം എല്ലാം അയാൾക്ക് ഒരുക്കുന്നതിനുമായി അവിടെ അനുയായികളുടെ ഒരു പട തന്നെ രാധാകൃഷ്ണൻ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അത്രയധികം സംരക്ഷണമുള്ള ഒരാളിനെ ഒന്നും ചെയ്യാൻ സാധാരണഗതിയിൽ ആർക്കും സാധിക്കില്ല. ഇതിപ്പോൾ അവരാരും വിവരമറിയുക പോലും ചെയ്യാതെ രാധാകൃഷ്ണൻ അവിടെ എത്തി എന്നതുപോലും അവിശ്വസനീയമാണ്.
അതുപോലെ തന്നെ അവിശ്വസനീയമാണ് ഇത്രയും നിസ്സഹായമായ അവസ്ഥയിൽ ഒരാൾ കൊല്ലപ്പെടുക എന്നതും. എതിർപ്പിൻ്റെ അംശം പോലും ഇല്ലാതെയാണല്ലോ അയാൾ കൊല്ലപ്പെട്ടത്. അത് അയാളുടെ സഹായികളെ വല്ലാതെ അമ്പരപ്പിച്ചു കളഞ്ഞു. അല്പസമയത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥയിലെത്തിയിരുന്നു അയാളുടെ അനുയായിയായ ശംഭു. പിന്നെ മനസ്സംയമനം വീണ്ടെടുത്ത് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചതും അവൻ തന്നെയാണ്. അവൻ തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. പോലീസ് പാർട്ടി സ്ഥലത്തെത്തിയപ്പോഴേക്കും തോട്ടത്തിൻ്റെ അടുത്ത പ്രദേശത്തെ താമസക്കാരായ മുഴുവൻ ആളുകളും തന്നെ എസ്റ്റേറ്റ് ബംഗ്ലാവിന് പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ജീവനും സംഘവും അവിടെ എത്തിയപ്പോൾ പിന്നെയും കുറേ സമയം കൂടി കഴിഞ്ഞിരുന്നു. എന്നാൽ ആരും ക്രൈം സീനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയോ രാധാകൃഷ്ണൻ്റെ മൃതദേഹം കാണാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളവർ ക്രൈം സീൻ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. കിട്ടാനുള്ള വിലപ്പെട്ട തെളിവുകൾ നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവനും സംഘവും അവിടെ ചെന്ന് പരിസര വീക്ഷണം നടത്തിയപ്പോൾ തന്നെ ചെറിയാച്ചൻ കൊല്ലപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലായി. 2 എസ്റ്റേറ്റുകളുടെയും ലൊക്കേഷൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. രണ്ടും വനത്തിനോട് ചേർന്നാണ്. ചെറിയാച്ചൻ്റെ എസ്റ്റേറ്റിൻ്റെ പിൻഭാഗത്ത് ഒരു അതിർത്തി മാത്രമാണ് വനം. അവിടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ വനത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ ആ സ്ഥലത്തിൻ്റെ ഒരു വശവും കൂടി വനം തന്നെയാണ്. ബാക്കി 2 വശം മാത്രമാണ് കൈവശ ഭൂമിയായിട്ടുള്ളത്. അതുമാത്രമേ ആ 2 എസ്റ്റേറ്റുകളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുള്ളൂ. ബാക്കി വ്യത്യാസം പിന്നെ സ്ഥലത്തിൻ്റെയും അതിലെ കൃഷിയുടെയും മറ്റുമാണ്. അതൊന്നും ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. വനത്തിൽ നിന്ന് ആർക്കു വേണമെങ്കിലും അധികം ആരും അറിയാതെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് എസ്റ്റേറ്റിനുള്ളത്. എസ്റ്റേറ്റിലെ തന്നെ വനത്തിനോട് ഏറ്റവും ചേർന്ന ഭാഗത്താണ് ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളി വനത്തിലൂടെ വരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. മൃതദേഹം ആദ്യമായി കണ്ട ആളിനെ അന്വേഷിച്ചപ്പോൾ തന്നെ ശംഭു അങ്ങോട്ട് കയറി വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശംഭുവിനെ മൊത്തത്തിൽ ഒന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ കള്ളലക്ഷണമൊന്നും കാണുന്നില്ല. ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ സംസാരത്തിൽ നിന്ന് പിടിച്ചെടുക്കാം. താനാണ് കണ്ടതെന്നും എന്തിനാണ് താൻ അവിടെ വന്നതെന്നും കൃത്യമായി ശംഭു പറഞ്ഞു. എല്ലാ ദിവസവും ഇവിടെ അടിച്ചു വാരിയിടണമെന്ന് മുതലാളി പറയാറുണ്ടത്രേ. മുതലാളിയോ കൊച്ചു മുതലാളിയോ വന്നാലും ഇല്ലെങ്കിലും വീടും പരിസരവും വൃത്തിയായി കിടക്കണം എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതുപോലെ വെള്ളമില്ലെങ്കിൽ മോട്ടോറിടണം, ടാങ്ക് നിറയ്ക്കണം എന്നുമൊക്കെ മുതലാളി കൃത്യമായി പറഞ്ഞേൽപ്പിച്ചിരുന്നത് ശംഭുവിനെയാണ്. അയാളത് ഭംഗിയായി നിർവഹിക്കുന്നുമുണ്ടായിരുന്നു. അയാൾ രാവിലെ അവിടെ വന്നത് എന്തിനാണ് എന്നാണ് ആദ്യമായി ചോദിച്ചത്. ആ ചോദ്യത്തിനുത്തരമായി അയാൾ പറഞ്ഞത് മുറ്റമടിക്കാനാണ് എന്നാണ്. മുറ്റമടിക്കാൻ വന്ന നിങ്ങൾ എന്തിനാണ് വീടിനകത്ത് കയറി നോക്കിയത്? ഇവിടെ ആരും താമസമില്ല എന്നായിരുന്നല്ലോ അതുവരെ നിങ്ങളുടെ അറിവ്. മുതലാളി വന്നാൽ നിങ്ങളെ വിളിക്കും എന്നാണല്ലോ കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞത്. ഞാൻ വന്നു നോക്കുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ മുറ്റവും പരിസരവുമെല്ലാം അടിച്ച് വൃത്തിയാക്കി. അപ്പോൾ നോക്കുമ്പോഴാണ് പേരമരത്തിൽ പഴുത്ത ഒരു കായ കണ്ടത്. വാവല് കാണാതെ വിട്ടുപോയതായിരിക്കും. സാധാരണഗതിയിൽ ഒരെണ്ണം പോലും കിട്ടാറില്ല. ശംഭു എന്തോ ഓർക്കുന്നത് പോലെ അല്പസമയത്തേക്ക് നിർത്തി.
അയാളുടെ മുഖഭാവം കൊണ്ട് തന്നെ അയാൾക്ക് നന്നായി പേടിയുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ ആ രംഗം കണ്ടു പേടിച്ചതാകാം. അങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അത് മാത്രം മതിയാകും നന്നായി പേടിക്കാൻ. തങ്ങളെല്ലാം പിന്നെ ജോലിയിൽ കയറിയ കാലം മുതൽ തന്നെ ഇത്തരം രംഗങ്ങൾ തന്നെ കാണുന്നതാണല്ലോ. അതുകൊണ്ട് അതിനൊന്നും കാര്യമായ പ്രത്യേകത ഇപ്പോൾ തോന്നാറില്ല. അത് ഞങ്ങളെ ഭയപ്പെടുത്താറുമില്ല. പറഞ്ഞുകൊണ്ടുവന്നത് എന്താ നിർത്തിക്കളഞ്ഞത്? പേരമരത്തിൽ കയറി താഴേക്ക് വീണുപോയോ? ഇല്ല സാർ, കൈയെത്തിച്ച് പഴുത്ത കായ പറിക്കുന്നതിനിടയിലാണ് എൻ്റെ നോട്ടം ജനലിന് മുകളിലെ വെന്റിലേറ്ററിലൂടെ മുറിയുടെ അകത്തേക്ക് പതിഞ്ഞത്. അപ്പോൾ അവിടെ തറയിൽ ഒരാൾ കിടക്കുന്നതായി തോന്നി. പിന്നീട് നടന്ന കാര്യങ്ങളും സംഭവങ്ങളുമെല്ലാം ശംഭു വിശദമായി പറഞ്ഞു. അവിടെ അങ്ങനെ ഒരാൾ വരാൻ സാധ്യതയില്ലല്ലോ എന്നതുകൊണ്ട് അയാൾ വീണ്ടും നോക്കി. അത് തൻ്റെ തോന്നലല്ല, ഒരാൾ തന്നെയാണ്. സൂക്ഷ്മമായി നോക്കിയപ്പോൾ അതിനു ചുറ്റും ചുവന്ന നിറത്തിൽ എന്തോ കിടക്കുന്നതായും കണ്ടു. വാതിൽ അടച്ചിരിക്കുകയാണല്ലോ, പിന്നെ ഒരാൾ എങ്ങനെ അകത്ത് കയറും? പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നും താഴെ ഇറങ്ങിയ ശംഭു സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് പ്രധാന വാതിൽ ഒന്ന് തള്ളി നോക്കി. അപ്പോൾ അത് അടച്ചിട്ടില്ല. ഓടാമ്പലും പൂട്ടും അതിൽ കിടപ്പുണ്ട് എന്നേയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കതകടച്ചതാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. കതകിൻ്റെ പാളിയിലേക്ക് ഓടാമ്പൽ ബന്ധിപ്പിച്ചിട്ടില്ല. തള്ളിയപ്പോൾ തന്നെ വാതിൽ തുറന്നു. പേടിയോടെയാണെങ്കിലും ശംഭു അകത്ത് കയറി. കസേരയിൽ നിന്നും താഴേക്ക് കമിഴ്ന്ന് വീണ് കിടക്കുന്ന ആളിനെയാണ് അയാൾ കണ്ടത്. വേഷവിധാനം കണ്ടിട്ട് മുതലാളിയാണോ എന്ന് സംശയം തോന്നിയെങ്കിലും അകത്ത് പ്രവേശിക്കാൻ അയാൾ തയ്യാറായില്ല. ഉടൻ തന്നെ പുറത്തിറങ്ങി വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്തത്. ഓടി വരുന്ന ഭർത്താവിനെ കണ്ട് എന്താണ് കാര്യമെന്നൊക്കെ ഭാര്യയും മക്കളും ചോദിച്ചു. ഒന്നും പറയാതെ വീടിനുള്ളിൽ കയറി ഫോൺ എടുത്ത് മുതലാളിയെ വിളിച്ചു നോക്കി. പ്രതികരണമില്ല. പിന്നെ 2-3 കൂട്ടുകാരെ കൂടി അയൽപക്കങ്ങളിൽ നിന്നും വിളിച്ചുകൂട്ടി. വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത്, വിവരം പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ തന്നെ വിവരം സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ശംഭുവിന് അറിയാവുന്നത്. അതിൽ കൂടുതലായി ഒന്നും അയാളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുമില്ല. പരിസര നിരീക്ഷണത്തിനും മറ്റുമായി ശംഭുവിനെയും കൂട്ടിക്കൊണ്ട് അവർ ബംഗ്ലാവിൻ്റെ പിന്നിലേക്ക് പോയി. ശംഭു പറഞ്ഞത് പൂർണ്ണമായും സത്യമായിരിക്കുമോ? കുറേയേറെ സംശയങ്ങൾ ജീവൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ ശംഭു പറയുന്നത് ശരിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ ആരായിരിക്കും ഇത്ര തന്ത്രപരമായി കൊലപാതകം ചെയ്തിട്ട് കടന്നു കളഞ്ഞത്? രാധാകൃഷ്ണൻ ശരിക്കും നിരപരാധിയാണോ? അതോ ഉമ്മച്ചൻ്റെ കൂട്ടാളിയോ? നിങ്ങളുടെ നിഗമനം എന്താണെന്ന് കമൻ്റ് ചെയ്യണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.